നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ് 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. ഇവിടെ വായിക്കുന്നു, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങി. അടുത്ത ഭാഗം പറയുന്നത്, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊടുക്കുകയും ദൈവം നിഗളികളോട് എന്ത് ചെയ്യുന്നു? എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകും. ഹല്ലേലൂയ. ഇന്നൊരുകാലം ടീച്ചർ സാക്ഷ്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ ചിന്ത ഇങ്ങനെ കയറി വരുവാനായിട്ട് ഇടയായിട്ട് ഞാൻ വായിച്ച ഭാഗം തന്നെയാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അധികം സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അഹങ്കാരവും, പിന്നൊന്ന് അസൂയയും. ഇത് രണ്ടും മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് നിഗളം കടന്നു വരുമ്പോഴാണ്, അല്ലേ? നമുക്കറിയാം, പാപത്തിൻ്റെ ഉത്ഭവം തന്നെ ഇവിടുന്ന നിഗളത്തിൽ നിന്നാണ്, അല്ലേ? പിശാച് നിഗളിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ ശിശാവിനെ എന്ത് ചെയ്തു? അകപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ നിർദ്ദേശമാണ് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിലൂടെ എന്ത് ചെയ്തത്? നമുക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എല്ലാവരും എന്ത് ചെയ്യണമെന്ന്? തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ താഴുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? താഴണം. അപ്പോൾ തന്നെ തമ്മിൽ എന്ത് ചെയ്യണം? താഴുവാനായിട്ട് ഇടയായി തീരണം. ഒരുവൻ മറ്റൊരുവനെ ശ്രേഷ്ഠനെന്ന് എണ്ണുവാനുള്ള മനോഭാവം. അതാണ് ക്രിസ്ത്യാനിറ്റി. അതാണ് നമ്മളുടെ ദൈവം കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ഇതാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ എന്ത് ചെയ്തത്? അതിന് മാതൃക കാണിച്ചത്, അല്ലേ? കർത്താവ് തന്നെ നേരിട്ട് അരകെട്ടി എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ കാല് കഴുകാനായിട്ട് ഇറങ്ങി ചെല്ലുക. ശിഷ്യന്മാർ കർത്താവിനെക്കാട്ടിൽ വലിയ ശ്രേഷ്ഠന്മാരായിട്ടല്ല, അവരുടെയൊക്കെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നതാണ്, അല്ലേ? എന്നാലും ഗുരുവായിരിക്കുന്നവൻ തന്നെ എന്ത് ചെയ്യുന്നു? ശിഷ്യന്മാരുടെ കാല് കഴുകുവാനുള്ള മനോഭാവത്തിലേക്ക് ക്രിസ്ത്യാനിത്വത്തെ നയിക്കുന്നതാണ് അവർ കാണുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആരും കുറഞ്ഞവരല്ല, എല്ലാവരും തുല്യരാണ്. ദൈവത്തിന്റെ മുമ്പാകെ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ബർബരനെന്നോ യവനെന്നോ ജാതിയെന്നോ അതൊന്നുമില്ല. പത്രോസിന്റെ മുമ്പിൽ കർത്താവ് തുപ്പട്ടിയിൽ എന്ത് ചെയ്തതാ? ഇറക്കി കൊടുത്തതാ. പത്രോസ് അന്ന് പറഞ്ഞ എന്താ? ഇതൊക്കെ അശുദ്ധമാണ്, അല്ലേ? അങ്ങനല്ലേ പറയുന്നത്? ഇതൊക്കെ എന്ത് ചെയ്താ? അശുദ്ധമാണെന്നാ ഒരിക്കൽ പറഞ്ഞത്. ഹല്ലേലൂയ. പിന്നീട് മനസ്സിലായി ദൈവം ശുദ്ധീകരിച്ചതിനെ എന്ത് ചെയ്യരുത്? അശുദ്ധമെന്ന് എണ്ണുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് എല്ലാത്തിനെയും എന്ത് ചെയ്തു? മാന്യമെന്നെണ്ണി. എല്ലാത്തിനെയും മാന്യം, എല്ലാം മാന്യമാണ്. ദൈവസന്നിധിയിലെല്ലാം മാന്യമായതാണ്. ഹല്ലേലൂയ. അപ്പം ദൈവമക്കളായ നമ്മളും എങ്ങനെയുള്ളവരാണ്? മാന്യമുള്ളവരാണ്, ശ്രേഷ്ഠതയുള്ളവരാണ്, അപ്പോൾ തന്നെ താഴ്മയുള്ളവരാണ്. ഹല്ലേലൂയ. അഹങ്കാരം, ലെവലേശം എന്ത് ചെയ്യരുത്? നമ്മുടെ ഉള്ളിൽ വരുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. നിഗളം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യരുത്? വരുവാനായിട്ട് പാടില്ല. കാരണം ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഒന്നിനും കുറവില്ല, അല്ലേ? ഒന്നിനും കുറവില്ല. അത്യാവശ്യം എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്. അത് മാത്രമല്ല, ഇഷ്ടമുള്ള ആഹാര പദാർത്ഥം, ഇഷ്ടമുള്ളത് മനസ്സിൽ ചിന്തിക്കുന്നത് എന്ത് ചെയ്യുക? അപ്പൊ തന്നെ മേടിക്കുക, കഴിക്കുക. നമ്മുടെ ഇവിടെയൊക്കെ പിന്നെ ഈ ഓൺലൈൻ ഡെലിവറി ഒക്കെ കുറവായതുകൊണ്ടാണ്. നമ്മൾ ടൗൺ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ അപ്പൊ തന്നെ എടുത്ത് എന്ത് ചെയ്യും? വിരൽത്തുമ്പില്ല എന്ത്? സ്വിഗ്ഗിയോ എന്ത് പിന്നെ വേറെ അങ്ങനെ പലതുണ്ടല്ലോ, ഹല്ലേലൂയ. അത് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിൽ ആഗ്രഹം തോന്നിയാൽ അപ്പൊ തന്നെ. പണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചൊരുങ്ങി ഹോട്ടലിൽ പോകുന്ന ഒരു താമസം ഉണ്ടായിരുന്നു. അതുവരെ നമുക്കൊരു അതിനൊരു പ്രോസസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ എന്താണോ മനസ്സിൽ തോന്നുന്നത് അപ്പൊ തന്നെ എന്ത് ചെയ്യുക? അത് ചെയ്യുക. ഹല്ലേലൂയ. അത് ഈ തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന്റെ
അല്ലെങ്കിൽ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. പണ്ട് നമുക്ക് ഒരു 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 ഇഷ്ടം തോന്നിയ ഒരു 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 പ്രണയം തോന്നിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം തോന്നിയാൽ, അല്ലെങ്കിൽ അന്ന് അതിനൊരു ഒളിയും പറയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചവരുമാണ്, പഠിപ്പിക്കുന്നവരുമാണ്, നമുക്ക് പിള്ളേരുടെ സൈക്കോളജികളൊക്കെ അറിയാവുന്നവരാണ്. അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് എന്തുണ്ട്, ഒരു ഭയമോ, ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയമാണ്. ടീച്ചർമാർ കാണുമോ, സഹപാഠികൾ കാണുമോ, നമ്മുടെ നാട്ടിലുള്ളവർ കാണുമോ, അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഒളിയും പറയൊക്കെ ഉണ്ട്, ഒരു ഭയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്നതില്ല. ഇന്ന് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോൺ എടുക്കുക, അത് അപ്പം തന്നെ മെസ്സേജ് ചെയ്യുക, അവിടുന്ന് അപ്പം തന്നെ നോ എന്നാണ് ഒരു മറുപടി വരുന്നതെങ്കിൽ ഉടൻ തന്നെ ഇവന്റെ ടെമ്പർ തെറ്റി, അല്ലെങ്കിൽ ഇവളുടെ ടെമ്പർ മാറി, എന്താ പിന്നെ അടുത്ത നിമിഷം ചെയ്യുക എന്ന് ഇവർക്ക് അറിയത്തില്ലാത്ത നിലയിലേക്ക് എന്ത് ചെയ്തിരിക്കുക ഈ തലമുറ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ വളരെ വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരണം. അങ്ങനെയില്ല, നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പരിധി വരെ വളർന്നു കഴിഞ്ഞല്ലോ. ഇല്ല, നമ്മുടെ അടുത്ത ജനറേഷൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത ജനറേഷൻ വരും. അങ്ങനെയില്ല, ഇപ്പോഴത്തെ ജനറേഷന്റെ അപ്പുറത്തേതായിരിക്കും ഇനി എന്ത് ചെയ്യുന്നത്, അടുത്ത തലമുറ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവമക്കൾ വളരെ ജാഗ്രതയോടെ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കുവാനിടയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞ അടിച്ചു വളർത്തേണ്ട വന്നാൽ അടിച്ചു തന്നെ വളർത്തണം. അല്ലെങ്കിൽ ശിക്ഷിക്കേണ്ടടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ശിക്ഷിക്കണം. അല്ലെങ്കിൽ ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കണം, ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, നോ പറയേണ്ടടുത്ത് നോ പറയണം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മാതൃകകരമായി തന്നെ എന്ത് ചെയ്യണം, വളർത്തുവാനായിട്ട് ഇടയായി തീരണം. അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ചില എഫർട്ടുകളുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമ്മൾ എത്ര ഇത് ചെയ്താലും നമ്മളേക്കാൾ അപ്പുറമായിട്ട് ദൈവമായി എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ വളർത്തുമാറാക്കേണ്ടത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ദൈവം ഭാഗെ പ്രാർത്ഥിക്കുവാനും ഇടയായി തീരണം. ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ അഹങ്കാരം നിഗളം എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ഇടങ്ങളിലും മനുഷ്യന്റെ ഉള്ളിൽ കയറി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഉള്ളിൽ അത് വരുവാനേ പാടില്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ അഹങ്കാര ഭാവം, അല്ലെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ രീതിയിൽ, അല്ലെങ്കിൽ ഇതൊന്നും എന്ത് ചെയ്യരുത്, ഉണ്ടാകുവാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ താഴ്മ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നത് താഴ്മയുടെ ലക്ഷണമല്ല. അല്ലെങ്കിൽ അങ്ങനെയല്ല താഴ്മ എന്ന് പറയുന്നത്. താഴ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണുവാനുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾക്കുവാനുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കാനുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദനകളെ തന്റെ വേദനയാക്കി കാണുവാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ ഇതൊക്കെ താഴ്മയുടെ ഒരു ലക്ഷണമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ ഉണ്ടാകണം, ദൈവമക്കളിൽ ഉണ്ടാകണം. നമ്മളിൽ എന്ത് ചെയ്യണം, ഈ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. അല്ലെങ്കിൽ കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാണ്. അല്ലെങ്കിൽ കാരണം എന്താ, നമ്മൾ ദൈവമക്കളാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഒരു വീട്ടിൽ ഒരു വ്യക്തിയായിട്ട് നമ്മളൊന്ന് ഒരു വഴക്കുണ്ടായാൽ, എന്തെങ്കിലും കാരണവശാൽ ഒരു വഴക്കുണ്ടായാൽ, അവൻ പെട്ടെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ, നീ വേദോസമൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നവനല്ലേ, എന്നിട്ടാണോ നീ ഇത് പറയുന്നത്, അല്ലെങ്കിൽ നീ ഇത് ചെയ്യുന്നത്? കാരണം എന്താണെന്നറിയോ, ലോകം നമ്മിൽ നിന്ന് ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. മറ്റുള്ളവര് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അവരിൽ അതില്ല. കാരണം അവർക്കറിയാം അവരിലില്ല. എന്നാൽ നമ്മളിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്, നമ്മളിൽ നിന്നൊരു ക്വാളിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രതീക്ഷിക്കും. അത് എന്ത് ചെയ്യണം, ആ ക്വാളിറ്റി മറ്റുള്ളവരെ നമ്മൾ കാണിക്കുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാക്ഷ്യമുള്ളവരായിട്ട് മാറുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ദൈവം നിഗളികളോട് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർ, അടുത്ത ഭാഗമാണ്, താഴ്മയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, എന്ത് നൽകുന്ന പറയുന്നത്, കൃപ നൽകുന്നു. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവർക്ക് ദൈവം എന്ത് ചെയ്തു, കൃപ നൽകുവാനായിട്ട് ഇടയായിട്ടുള്ളത്. എന്താണ് ആ കൃപ? അല്ലെങ്കിൽ നമ്മൾ അർഹിക്കാത്തത്, അല്ലെങ്കിൽ നമുക്കൊരിക്കലും നേടിയെടുക്കുവാൻ കഴിയാത്തത് ദൈവം തന്റെ കരുണയാൽ നൽകപ്പെട്ടതാണ് എന്ത്, കൃപ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊന്നും ഇതിന് നമ്മളൊക്കെ ഈ ദൈവഭാഗത്ത് വരുവാൻ, ഈ ദൈവമക്കൾ എന്ന് പറയപ്പെടുവാൻ നമുക്കൊന്നും ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതിനൊന്നും നമ്മൾ അർഹരല്ലായിരുന്നു. അല്ലെങ്കിൽ അർഹതയില്ലാത്തതിനെ ദൈവം എന്ത് ചെയ്തു,
ദാനമായി നൽകി. അതാണ് നാം ഈ അനുഭവിക്കുന്ന രക്ഷ എന്ന് പറയുന്നത്. അല്ലേലൂയ. അതിന്റെ മഹത്വത്തെ എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലേലൂയ. ദൈവം ദാനമായി നൽകിയ അർഹതയില്ലാത്ത ഈ ദാനത്തെ നന്ദിയോടെ എപ്പോഴും എന്ത് ചെയ്യണം? ഓർക്കുവാനും സ്മരിക്കുവാനും ഇടയായി തീരണം. അല്ലേലൂയ. കർത്താവേ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ലായിരുന്നു. അല്ലേലൂയ. നിന്റെ മകനെന്ന് വിളിക്കുവാനോ നിന്റെ മകളെന്ന് വിളിക്കുവാനോ ദൈവമക്കളെന്നുള്ള ആ ഒരു അല്ലേലൂയ ആ ഒരു പേരിനോ ഞങ്ങൾ ആരും യോഗ്യത ഉണ്ടായിരുന്നവരല്ല. അല്ലേലൂയ. ഞങ്ങളെക്കാൾ ഒത്തിരി ശ്രേഷ്ഠന്മാർ ഈ ലോകത്തിലുണ്ടായിരുന്നു. ഞങ്ങളെക്കാട്ടിൽ എത്രയോ കൂടിയ ആൾക്കാർ ഈ ലോകത്തിലുണ്ടായിരുന്നു. അല്ലേലൂയ. എന്നാൽ ദൈവമേ, അങ്ങേക്ക് കരുണ തോന്നിയത് കൊണ്ട് അങ്ങയുടെ കൃപയാൽ അല്ലേലൂയ ഞങ്ങൾക്ക് ഈ മഹത്വകരമായ രക്ഷയെ അങ്ങ് ദാനമായി നൽകി എന്നുള്ളത് ഇന്ന് പോൽക്കാലം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവമക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം? താഴ്മയുള്ളവരായിരിക്കണം. അല്ലേലൂയ. അർഹിക്കാത്തതിനെ ദൈവം നമുക്ക് നൽകിയത് കൊണ്ട് ദൈവഭാഗം നമ്മൾ ആരായി മാറണം? താഴ്മയുള്ളവരായിട്ട് മാറുവാനായിട്ട് ഇടയായി തീരണം. അല്ലേലൂയ. രണ്ടാമതായിട്ട് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗം. അല്ലേലൂയ. ദൈവസന്നിധിയിൽ എത്രത്തോളം താഴുവാൻ കഴിയുമോ അത്രത്തോളം ദൈവം നമ്മെ എന്ത് ചെയ്യും? ഉയർത്തുവാനായിട്ട് ഇടയായി തീരും. ഉദാഹരണം നമ്മുടെ കർത്താവ്. അല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? സ്വർഗീയ അധികാരങ്ങളെ എല്ലാം വിട്ടിട്ട് അല്ലേലൂയ ദാസരൂപം എടുത്ത് എന്ത് ചെയ്തു? ഈ താണഭൂമിയിലേക്ക് വന്നു. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം എന്ത് ചെയ്തു? അവൻ തന്നെത്താൻ എന്ത് ചെയ്തു? താഴ്ത്തുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലേലൂയ. എത്രത്തോളം അവനെ തന്നെ താഴ്ത്തുവാൻ കഴിയുമോ, എത്രത്തോളം അവനെ താഴ്ത്തി കൊടുക്കുവാൻ കഴിയുമോ അത്രത്തോളം അവൻ എന്ത് ചെയ്തു? ദാസരൂപമെടുത്ത് ക്രൂശ് മരണത്തോളം ഒരു ശപിക്കപ്പെട്ട മരണത്തോളം എന്ത് ചെയ്തു? അവൻ തന്നെത്താൻ താഴ്ത്തുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലേലൂയ. അവൻ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഏറ്റവും ഉയർത്തുവാനിടയായി തീർന്നു. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലേലൂയ നമ്മൾ അല്ലേലൂയ എവിടെങ്കിലും ഒന്ന് താണു പോകുമ്പോൾ, അല്ലേലൂയ എവിടെങ്കിലും നമ്മളൊന്ന് താണു കൊടുക്കുമ്പോൾ, അല്ലേലൂയ നമ്മൾ വിചാരിക്കും നമ്മൾ തോറ്റുപോയി. അല്ലേലൂയ. അല്ല കേട്ടോ. അല്ലേലൂയ. അതൊരു തോൽവിയല്ല. അല്ലേലൂയ. നീ എത്രത്തോളം ദൈവത്തിന് മുമ്പാകെ താഴ്, നീ മനുഷ്യരുടെ മുമ്പാകെ ഒന്ന് താണു കൊടുത്താൽ അല്ലേലൂയ നിന്റെ തല ഉയർത്തുന്നത് ദൈവമാണ്. അല്ലേലൂയ. നമ്മുടെ കർത്താവിനെ അല്ലേലൂയ സകല ജാതികൾക്കും അവൻ ദൈവമാക്കി എന്ത് ചെയ്തു? ഉയർത്തുവാനായിട്ട് ഇടയായി. തിരുവചനം പറയുന്നത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മാറിയ നാവുകൾ ഒരേപോലെ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയും, അവൻ മാത്രം കർത്താവ്. അല്ലേലൂയ. അത്ര ശ്രേഷ്ഠകരമായ ഉന്നതമായ പദവിയിലേക്ക് ദൈവം തന്നെ ഉയർത്തിയെങ്കിൽ അല്ലേലൂയ നീ ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ദൈവഭാഗം താഴ്ത്തി, മനുഷ്യരുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്നിലുള്ള വിശ്വാസത്തെയും നിന്നിലുള്ള ഭക്തിയെയും നീ പ്രദർശിപ്പിച്ചാൽ ദൈവം നിന്നെ എന്ത് ചെയ്യും? ഉയർത്തുവാനിടയായി തീരും. അല്ലേലൂയ. അതൊരു മനുഷ്യൻ ഉയർത്തുന്നത് പോലെയല്ല, അതൊരു മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല. അല്ലേലൂയ. ദൈവം ഉയർത്തിയാൽ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല? തടുക്കുവാനായിട്ട് കഴിയില്ല. അല്ലേലൂയ. ദൈവം താഴ്ത്തിയാൽ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല? ഉയർത്തുവാനും കഴിയില്ല. അപ്പൊ ദൈവം ഉയർത്തുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് മുമ്പാകെ താഴ്ത്തി കൊടുക്കുവാനായിട്ട് ഇടയായി തീരണം. അല്ലേലൂയ. മൂന്നാമതായിട്ട് സമ്പൂർണമായ ഒരു ദൈവ ആശ്രയം. അത് ഉദാഹരണമായിട്ട് പറയുന്നത് അല്ലേലൂയ വേഗത്തിൽ എന്ന് പറയാമോ, വായിക്കാമോ? ദിനവൃത്താന്ത പുസ്തകം, 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തില് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്. അല്ലേലൂയ. യഹോശാഫാത്ത്. അല്ലേലൂയ. നിങ്ങൾ പിടിച്ചെന്ന് വായിച്ചാൽ മതി. അല്ലേലൂയ. യഹോശാഫാത്തിന്റെ പ്രത്യേകത, അവൻ ആരായിരുന്നു? രാജാവായിരുന്നു. അല്ലേലൂയ. അവിടെ ഒരു യുദ്ധം നേരിട്ടു. ആരൊക്കെയാണ്? ശത്രു രാജ്യങ്ങൾ 3 പേർ, അമ്മോന്യരും മോവാബ്യരും അല്ലേലൂയ അശൂര്യരും എല്ലാവരും കൂടി എന്ത് ചെയ്യുകയാണ്? ഇവനെ ആക്രമിക്കുവാൻ വേണ്ടി, ഈ രാജ്യത്തെ ആക്രമിക്കുവാൻ വേണ്ടി അവര് ഒരുമിച്ച് കടന്നു വരികയാണ്. അല്ലേലൂയ. ആ സന്ദർഭത്തിൽ അല്ലേലൂയ യഹോശാഫാത്ത് ചെയ്തത് എന്താണെന്ന് അറിയാമോ? താൻ ഒരു ഉപവാസം പ്രഖ്യാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്താ കാരണം? അല്ലേലൂയ അതിനു മുമ്പുള്ള തന്റെ അനുഭവമാണ്. അല്ലേലൂയ അതിനു മുമ്പുള്ള തന്റെ അനുഭവം അല്ലേലൂയ മറ്റു പലതിലും ആശ്രയിച്ച് പരാജയം എന്ത് ചെയ്തു? അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അല്ലേലൂയ. ഈ യഹോശാഫാത്ത് അത്ര മോശക്കാരൊന്നുമല്ല കേട്ടോ. അല്ലേലൂയ. തന്റെ സൈന്യ ബലം എന്ന് പറയുന്നത് അല്ലേലൂയ 14-ാം അധ്യായത്തിന്റെ എനിക്കൊന്ന് 17-ാം അധ്യായത്തിലാണ് തോന്നുന്നു. 17-ാം അധ്യായത്തില് തന്റെ സൈന്യബലത്തെ കുറിച്ച് പറയുന്നത് ഏകദേശം 10 ലക്ഷത്തിലധികം ആൾക്കാർ
ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 17-ാം അധ്യായത്തിൽ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. അല്ലെങ്കിൽ അവൻ തന്റെ സൈന്യബലം എന്ന് പറയുന്നത് നിസാരമല്ല കേട്ടോ. അല്ലെങ്കിൽ യഹോശാഫാത്തിനെ ആക്രമിക്കുവാൻ അവൻ ശത്രുരാജ്യങ്ങൾ കോപ്പ് കൂട്ടി കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഇവൻ ഒട്ടും മോശക്കാരനൊന്നുമല്ല. അല്ലെങ്കിൽ 10 ലക്ഷത്തിലധികം അവൻ സൈന്യബലം ആർക്കുണ്ട്? യഹോശാഫാത്തിനുണ്ട്. ഈ യഹോശാഫാത്താണ് അല്ലെങ്കിൽ അവൻ തനിക്കെതിരെ ഒരു യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവൻ താൻ ചെയ്യുന്നത് എന്താണ്? ദൈവത്തിന് മുമ്പാകെ മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ എന്ത് ചെയ്തു? അവൻ ആരംഭിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അല്ലേലിയ തന്മുഖാന്തരം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അല്ലേലിയ ഏത് രാജ്യമാണോ, ഏത് രാജാവാണോ ഇവർക്കെതിരെ യുദ്ധത്തിന് വന്നത്, അവർ തമ്മിൽ എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു. അല്ലേലിയ അവർ തമ്മിൽ കലങ്ങി. അല്ലേലിയ അവർ തമ്മിൽ എന്ത് ചെയ്തു? അവൻ അന്യോന്യം വെട്ടി മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലേലിയ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലേലിയ അവൻ താഴ്മയുള്ളവൻ അല്ലേലിയ എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലേലിയ നിനക്കെതിരെ വരുന്ന ഏത് പ്രതിസന്ധിയെയും ഏത് പ്രതികൂലത്തെയും ദൈവം എന്ത് ചെയ്യും? എടുത്തു മാറ്റുവാനായിട്ട് ഇടയായി തീരും. അല്ലേലിയ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും എങ്ങനെ ഇത് സംഭവിക്കും? അല്ലേലിയ അവൻ ശത്രുക്കളെ അവരെ തമ്മിൽ എന്ത് ചെയ്തു? തെറ്റിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അല്ലേലിയ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ പറഞ്ഞു വന്നത് അല്ലേലിയ അവൻ സ്വയത്തിൽ എന്ത് ചെയ്തില്ല? ആശ്രയിച്ചില്ല. അല്ലേലിയ അവന്റെ സൈന്യ ബലത്തിൽ ആശ്രയിച്ചില്ല. അവന്റെ സൈന്യത്തിന്റെ സംഖ്യ എന്ത് ചെയ്തില്ല? ആശ്രയിച്ചില്ല. അവൻ ആശ്രയിച്ചത് എവിടെയാ? ദൈവത്തിന്റെ മുമ്പാകെ. അല്ലേലിയ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലേലിയ അവൻ സമ്പൂർണമായ ഒരു ദൈവാശ്രയം നിനക്കുണ്ടെങ്കിൽ നിനക്ക് താഴ്മയുണ്ടെങ്കിൽ അവൻ സമ്പൂർണമായ ഒരു ദൈവാശ്രയം എവിടെ വരും? എന്റെ ജീവിതത്തിൽ വരുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ അതല്ല എനിക്കറിയാം, അല്ലേലിയ എനിക്ക് ബലമുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കഴിവുണ്ട്, എനിക്കതിനുള്ള ബുദ്ധിയുണ്ട് എന്ന് നീ ചിന്തിച്ചാൽ അവിടെ നിന്റെ പരാജയം എന്ത് ചെയ്യും? ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ ദൈവസന്നിധിയിൽ നീ താണു കൊടുത്തുകൊണ്ട് താഴ്മയോട് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്റെ ഏത് പ്രതിസന്ധിയും ഏത് പ്രതികൂലത്തെ ദൈവം എന്ത് ചെയ്യും? മാറ്റി തരുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ ഇന്ന് പോയിക്കാൻ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലേലിയ ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലേലിയ ഞാൻ പറഞ്ഞു വന്നത് അല്ലേലിയ അവൻ താഴ്മയുള്ളവനെ ആ ദൈവം എന്ത് ചെയ്യുന്നത്? ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ താഴ്മ പ്രാപിക്കുന്നവരായി അല്ലേലിയ അവൻ ദൈവത്തിൽ താഴ്മയുള്ളവർ ദൈവത്തിൽ പ്രശംസിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ആ താഴ്മ ധരിക്കുന്നവരായി ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായി നിലനിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കൃപ എല്ലായ്പ്പോഴും നമ്മോട് കൂടിയിരിക്കുവാനാകട്ടെ. ഇതുപോലെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.